നമസ്കാരം, വെൽക്കം ടു റിനീസ് സ്പെഷ്യൽ. ഇന്ന് ഞാനൊരു ഡയബറ്റിക് ജേർണിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എൻ്റെ ഷുഗർ ലെവൽ ഞാൻ എങ്ങനെ കൺട്രോൾ ചെയ്തു എന്നാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഏകദേശം 15 വർഷത്തോളമായി ഷുഗർ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഇൻസുലിനും ടാബ്ലറ്റും ഒക്കെ എടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു നാച്ചുറോപ്പതി ട്രീറ്റ്മെന്റിനെ കുറിച്ച് കേൾക്കാനിടയായത്. ഏകദേശം ഒരു 1.25 വർഷത്തിന് മുമ്പ് ഞാൻ ഈ നാച്ചുറോപ്പതി ട്രീറ്റ്മെന്റ് ഒരു 12 ദിവസം അവിടെ താമസിച്ച് ഈ ട്രീറ്റ്മെന്റ് ഞാൻ പൂർത്തിയാക്കി. ഈ 12 ദിവസം നമ്മൾ അവിടെ താമസിച്ചാണ് ഈ ട്രീറ്റ്മെന്റ് നമ്മൾ പൂർത്തിയാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഓരോ ദിവസവും നമ്മൾ ഈ ഫുഡ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഈ 12 ദിവസം കൊണ്ട് നമ്മൾ അവിടെ പഠിക്കുന്നത്. ഇന്നും ഞാൻ അതേ ഡയറ്റ് കൺട്രോൾ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് എൻ്റെ ഡയബറ്റിക് കൺട്രോളിലായതും എനിക്ക് ഇൻസുലിനോ മരുന്നോ ഒന്നും ഇല്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതും. ആ ഡയറ്റ് എങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എൻ്റെ ഈ ഡയറ്റിൽ വെജും നോൺ വെജും എനിക്ക് ഒരേപോലെ കഴിക്കാവുന്നതാണ്. എൻ്റെ ഒരു ദിനം സ്റ്റാർട്ട് ചെയ്യുന്നത് തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ബദാം, അണ്ടിപ്പരിപ്പ്, വാൾനട്ട്, നമ്മുടെ കപ്പലണ്ടി അല്ലെങ്കിൽ പംകിൻ സീഡ്, ഇത് ഏതെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് ഇതും ഒരു അത്തിപ്പഴം, ഫിഗ് എന്ന് പറയും, അതും നമ്മുടെ ഒരു ഈന്തപ്പഴം, ഇത് ഏതെങ്കിലും ഒന്നുകൂടെ ചേർത്ത് ഒരു സ്മൂത്തിയാക്കി ഞാൻ അടിച്ചു കുടിക്കാറുണ്ട് രാവിലെ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു എനർജി ഡ്രിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. എംപ്റ്റി സ്റ്റൊമക്കിൽ തന്നെ അത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. രാവിലെ ഞാൻ അപ്പം, ഇഡലി, ദോശ, ഇങ്ങനെ അരിയും ഗോതമ്പും ചേർന്ന ഒരു ആഹാരങ്ങളും ഞാൻ കഴിക്കാറില്ല. ഞാൻ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് രാവിലെ കടല പുഴുങ്ങിയത്, പയർ പുഴുങ്ങിയത്, അല്ലെങ്കിൽ ഈ കടലമാവിന്റെ പൊടി എടുത്തൊന്ന് കലക്കി അതിനകത്തോട്ട് കുറച്ച് മുരിങ്ങയിലയും കുറച്ച് ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തതും ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് ഉപ്പും കൂടി ഒഴിച്ച് ദോശകൾ പറ്റിയ നല്ല ഒരു സ്വാദിഷ്ടമായ ഒരു ദോശയാണ്. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റുള്ള സാധനവുമാണ്. ഇതുമല്ലെങ്കിൽ തലേദിവസമേ റാഗി വെള്ളത്തിലിട്ട് അതിൻ്റെ കൂടെ രാവിലെ കുറച്ച് ഉഴുന്നും കൂടെ വെള്ളത്തിലിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ലപോലെ നരച്ചെടുത്തിട്ട് ഇത് നമുക്ക് ദോശക്കല്ലിൽ ചുട്ടെടുത്താൽ അത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയി. മറ്റൊരെണ്ണം, നമ്മുടെ സ്റ്റീൽ കട്ട് ഓട്സ് തലേദിവസമേ വെള്ളത്തിലിട്ട് അത് രാവിലെ കുറച്ച് പയർ മുളപ്പിച്ചൊക്കെ വെച്ചിരുന്നാൽ അതും കൂടെ ഒന്ന് അരച്ചെടുത്താൽ അതും നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയി. ഏകദേശം ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഒരു നാരങ്ങ വെള്ളം ഉപ്പിട്ടത്, അല്ലെങ്കിൽ നമ്മുടെ കുമ്പളങ്ങ ഒരു ജ്യൂസ് അടിച്ചത്, അല്ലെങ്കിൽ കുക്കുംബറും നെല്ലിക്കായും വിനേലയും കൂടെ ഉപ്പും കൂടെ ചേർത്ത് നല്ലൊരു ജ്യൂസ്, അത് നമ്മുടെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ അത് പോയി കാണാം ആ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഇത് ഏതെങ്കിലും ഒന്ന് കുടിച്ചിരിക്കും. ഇനി എൻ്റെ ലഞ്ച് ഞാൻ തയ്യാറാക്കുന്നത് തവിടുള്ള അരിയാണ് ഞാൻ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്നത്. ചോറ് ഏറ്റവും കുറച്ചെടുക്കുകയും കറികൾ കൂടുതൽ ഉപയോഗിക്കുകയുമാണ് ചെയ്യുന്നത്. വെജും നോൺ വെജും ഞാൻ എൻ്റെ കറികളിൽ ഉൾപ്പെടുത്താറുണ്ട്. മീനും ഇറച്ചിയും നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. മീനും ഇറച്ചിയും കറി വെച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കറി കുറച്ചും ഇതിനകത്ത് കഷ്ണം കൂടുതലും നമ്മൾ ഉപയോഗിക്കണം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തൊന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇലയിൽ വാട്ടിയെടുത്ത് കഴിക്കാം, അല്ലെങ്കിൽ എയർ ഫ്രയറിൽ വെച്ച് കഴിക്കാം, അല്ലെങ്കിൽ ഓവനിൽ ബേക്ക് ചെയ്തെടുത്ത് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. എണ്ണ ഒഴിവാക്കണം എന്നത് നിർബന്ധമാണ്. ഇനി നമ്മൾ അതിനകത്തെ കൂടുതൽ വെജിറ്റബിൾസും സാലഡുകളും ഉൾപ്പെടുത്തുക. ദിവസവും കുക്കുംബറും തക്കാളിയും നമ്മൾ കഴിച്ചിരിക്കണം. സാലഡുകൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം, കുക്കുംബർ, ടൊമാറ്റോ, ബേബി കോൺ ഇവയൊക്കെ ചേർന്ന് നമ്മൾ സാലഡുകൾ ഉണ്ടാക്കാറുണ്ട്. വൈകുന്നേരങ്ങളിൽ ഞാൻ വർഷങ്ങളായിട്ട് ചായയും കാപ്പിയും ഒന്നും ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയാണ്. ഏകദേശം 10-20 വർഷമെങ്കിലും ആയിട്ടാണ് ഞാൻ ചായയും കാപ്പിയും ഒക്കെ ഉപേക്ഷിച്ചത്. ട്രീറ്റ്മെന്റിന് ചെന്നപ്പോൾ അവരും ചായയും കോഫിയും എല്ലാം അവോയ്ഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഞാൻ 4 മണിക്ക് ഒരു ഏത്തയ്ക്ക, അധികം പഴുക്കാത്ത ഒരു ഏത്തയ്ക്ക പുഴുങ്ങിയതോ ചിലപ്പോൾ ഒരു മുട്ടയോ അങ്ങനെ എന്തെങ്കിലുമാണ് വൈകിട്ടൊന്ന് കഴിക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റില് ചീസ്, ബട്ടർ, പനീർ ഇതെല്ലാം നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. രാത്രികളിൽ കൂടുതലും ഞാൻ സാലഡുകളാണ് ഉപയോഗിക്കുന്നത്. അത് ചിലപ്പോൾ ചിക്കൻ സാലഡ് ആകും, ചിലപ്പോൾ എഗ് സാലഡ് ആകും, ചിലപ്പോൾ വെജ് സാലഡ് ആകും. ഇത് ഏതെങ്കിലും ആയിരിക്കും ഞാൻ കഴിക്കുന്നത്. അല്ലാതെ ചിലപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടെങ്കിൽ അത് പുഴുകിയത്, പിന്നെ ചക്ക സീസൺ ആകുമ്പോൾ ഈ ചക്ക വേവിച്ചതൊക്കെ രാത്രിയിൽ ഞാൻ ഇതുപോലെ കഴിക്കാറുണ്ട്. ചില ദിവസം ഞാൻ ചാമ അരി നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് അത് കുക്കറിൽ വെച്ച് അതിനകത്തേക്ക് കുറച്ച് ചുവന്നുള്ളിയും
കുറച്ച് ക്യാരറ്റും കുറച്ച് മുരിങ്ങയിലയും കുറച്ച് പപ്പടയും എല്ലാം ഇങ്ങനെ കണ്ടിച്ചിട്ട് ഉപ്പും കൂടി ഇട്ട് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിലത്തെ ഡിന്നർ ചിലപ്പോൾ അത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ സൂപ്പുകൾ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. ഞാൻ സാധാരണ വെള്ളയ്ക്ക സൂപ്പ്, മത്തങ്ങ സൂപ്പ്, മിക്സഡ് വെജിറ്റബിൾ സൂപ്പുകളൊക്കെ സാധാരണ ഉണ്ടാക്കാറുണ്ട്. ഇതെല്ലാം ഞാൻ എൻ്റെ വീഡിയോകൾ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഒരു ദിവസം കഴിക്കാവുന്നതാണ്. ഞാൻ സാധാരണയായി ഒന്നിൽ ഒരു കിവി, ഓറഞ്ച്, ആപ്പിള്, പിന്നെ അതുപോലെ പേരയ്ക്ക, ഇതുപോലെയുള്ള ഫ്രൂട്ടുകളൊക്കെ ഞാൻ ദിവസം ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതിനു പുറമെ ഞാൻ എല്ലാ ദിവസവും ഏകദേശം ഒരു അരമണിക്കൂറോളം എക്സസൈസ് ചെയ്യാറുണ്ട്. അത് അവർ പറഞ്ഞു തന്നിരിക്കുന്ന കൈക്കും കാലിനും ഒക്കെ രക്തഓട്ടം കൂടാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ എക്സസൈസുകളാണ് ചെയ്യുന്നത്. ഇനി ഇതിനെല്ലാത്തിനും പുറമെ നമ്മൾ ഒരു ദിവസം 2 ലിറ്റർ വെള്ളം കുറയാതെ കുടിച്ചിരിക്കണം. അതുപോലെ തന്നെ എനിക്ക് DFR ടെസ്റ്റ് ചെയ്തപ്പോൾ സാധാരണ എൻ്റെ ഏരിയയിലുള്ള ഒരാളുടെ DFR ടെസ്റ്റ് ചെയ്യുമ്പോൾ 40-ന് 120-ന് ഇടയ്ക്ക് നിൽക്കുന്നതാണ്. ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് 40-ന് താഴെ ആയിരുന്നു. അത് ഞാൻ ഈ ട്രീറ്റ്മെൻറ്റിന് പോയതിന് ശേഷം എനിക്ക് അത് കൺട്രോളിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. അതും ഞാൻ ഈ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഡയറ്റ് പ്ലാൻ അവരുടെ അനുസരിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതും എനിക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചു. ഡയബറ്റിക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല എന്നുള്ള തോന്നൽ സാധാരണ മിക്കവാറും എല്ലാവർക്കും ഉണ്ട്. എന്നാൽ കറക്റ്റായിട്ടുള്ള ഡയറ്റ് പ്ലാനിലൂടെ ഡയബറ്റിക് മാറ്റിയെടുക്കാമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഇൻസുലിൻ എടുക്കേണ്ട, എവിടെ പോകുമ്പോഴും മരുന്ന് കൊണ്ടുപോകേണ്ട, ഇതെല്ലാം എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഞാൻ ഈ ട്രീറ്റ്മെന്റിന് പോകുന്നതിന് മുമ്പേ എൻ്റെ വെയിറ്റ് 50 കിലോ ആയിരുന്നു. ഞാൻ ഏകദേശം ഒരു 12 ദിവസം അവിടെ കിടന്ന് ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വെയിറ്റ് 44 കിലോ ആയി. അതിനുശേഷം ഞാൻ എൻ്റെ വെയിറ്റ് കൂട്ടാൻ ശ്രമിച്ചിട്ട് 2 കിലോ മാത്രമേ എനിക്ക് ഇതുവരെ കൂട്ടാൻ പറ്റുള്ളൂ. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ ഉപയോഗിക്കുന്നില്ല. അത് കാരണം നമുക്ക് വെയിറ്റ് കൂടുതൽ ഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എന്നെ കാണുന്നവർക്കൊക്കെ ഭയങ്കര ക്ഷീണം തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് പ്രത്യേകിച്ച് ക്ഷീണമൊന്നും തോന്നാറില്ല. എവിടെ യാത്ര ചെയ്തു പോയാലും തിരിച്ചു വന്നാൽ ഞാൻ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നതും പിറ്റേ ദിവസം വേണമെങ്കിൽ ഞാനൊരു യാത്രയ്ക്ക് വളരെ ഹാപ്പി ആയിട്ട് പോകാൻ തയ്യാറാണ്. എൻ്റെ എനർജി ലെവൽ അത്രയ്ക്ക് വളരെ കൂടുതലാണെന്ന് എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ഈ ഡയറ്റ് ഫോളോ ചെയ്ത് തന്നെ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡയബറ്റിക് ജേർണി. എല്ലാവർക്കും നന്ദി.